നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. കുട്ടികൾക്ക് മധുരമുള്ള പലഹാരങ്ങൾ പുറത്തുനിന്ന് വാങ്ങി നൽകുന്നതിലും എത്രയോ ഭേദമാണ് വീട്ടിൽ തന്നെ ആരോഗ്യ ഗുണങ്ങളുള്ള പലഹാരങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മധുരമുള്ളതും അതിലേറെ രുചികരവുമായിട്ടുള്ള ഒരു കോക്കോ ബർഫി പരിചയപ്പെടുത്താനാണ്. കോക്കോ പൗഡറും അതുപോലെ തന്നെ പാലും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള ഈ കോക്കോ ബർഫി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. ഇൻസ്റ്റന്റ് കോക്കോ ബർഫി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. 10-12 ബിസ്ക്കറ്റ്, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 2-3 ടേബിൾ സ്പൂൺ കൊക്കോ പൊടി, കുറച്ച് കശുവണ്ടി. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ബിസ്ക്കറ്റ് ഒടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒടിച്ചെടുത്ത ബിസ്ക്കറ്റുകളെല്ലാം നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ ബിസ്ക്കറ്റൊക്കെ നന്നായി പൊടിയായി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് അല്പം കോക്കോ പൊടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു റോളിംഗ് ബോർഡ് എടുത്ത് അതിനു മുകളിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി കുഴച്ചെടുത്ത ഈ മിശ്രിതം അല്പം കട്ടിയിൽ പരത്തിയെടുക്കണം. ഇവിടെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൃത്തിയുള്ള കത്തിയോ മറ്റോ ഉപയോഗിച്ചോ ഇത് ആവശ്യമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കണം. ഇവിടെ കോക്കോ ബർഫി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിനു മുകളിൽ കശുവണ്ടി ചേർത്ത് അലങ്കരിക്കാം. കണ്ടില്ലേ, വളരെ ടേസ്റ്റിയും അതുപോലെ മധുരമുള്ളതുമായിട്ടുള്ള ഒരു കോക്കോ ബർഫി വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാൻ. ആകെ 3 ചേരുവകൾ മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.